ഓട്സ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന ധാരാളം നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റായ സ്മൂത്തിയാണിത്. ഈ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1 കപ്പ് ഓട്സ് 250 ml അളവിൽ 1 കപ്പ് നിറച്ച് ഓട്സ് എടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ജാറിലേക്ക് മാറ്റണം. ഇതിന് കൂടെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ മിക്സിക്കുള്ളിലേക്ക്. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓരോ നട്ട്സുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 250 ml അളവിന് 500 ml പാല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തിളപ്പിച്ചാറിയതിന് ശേഷമുള്ള പാലാണ്. സാധാരണ ഷെയ്ക്കൊക്കെ ചെയ്യുമ്പോൾ പച്ചപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് തിളപ്പിച്ചാറിയതിന് ശേഷമുള്ള 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സാണ്. ഇത് കശുവണ്ടി 6 എണ്ണം, കപ്പലണ്ടി 2 ടേബിൾ സ്പൂൺ, അതുപോലെ ഈന്തപ്പഴം 4 എടുത്തിട്ടുണ്ട്, ബദാം കുതിർത്തത് 6 എണ്ണം, ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ പീസുകളാക്കിയിട്ട്, ഇത് മാങ്ങയോ അല്ലെങ്കിൽ ചക്കയോ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഈ ഫ്രൂട്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ കാരണം ഇത് നല്ല രീതിയിലുള്ള റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ സ്മൂത്തി ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് നിറച്ച പഞ്ചസാര ഇതിന് കൃത്യമായിട്ടുള്ള അളവായിരിക്കും. ഈ രീതിയിൽ മിക്സിയിൽ അടിക്കരുത്. ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ അടിച്ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കളറായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കിട്ടും. ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം. ഇതിപ്പോൾ 3 ഗ്ലാസ്സാണ്, പക്ഷേ 6 ഗ്ലാസ് അളവിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇത് അലങ്കരിക്കാൻ വേണ്ടി നമുക്കിതിന് മുകളിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. വേണമെങ്കിൽ ബൂസ്റ്റൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും വീഡിയോ കാണുക, ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.